ഹായ് ആൾ. അപ്പോൾ എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB പുറത്തുവിട്ട അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ആൻസർ കീയുടെ മാത്സും റീസണിങ്ങും പോർഷനാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, മാത്സും റീസണിങ്ങും നിങ്ങളുടെ എക്സാമിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടത്ര പ്രാക്ടീസും ഒരു ബേസും നിങ്ങൾ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു പ്രയാസമില്ലാണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷൻ നിങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വരുന്ന 25-ാം തീയതി നിങ്ങളുടെ ക്ലർക്ക് എക്സാം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് നീട്ടില്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചൂസ് ദ പെയർ ഓഫ് വേർഡ്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സിമിലർ റിലേഷൻഷിപ്പ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമിലർ റിലേഷൻഷിപ്പ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലൊരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. അതേ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് താഴെ ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് തന്നിരിക്കുന്ന സയാമീസ് ക്യാറ്റ്. സയാമീസ് എന്ന് പറയുന്നത് ക്യാറ്റിൻ്റെ ഒരു തരം ഇനത്തെയാണ് സയാമീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തരുന്ന ഓപ്ഷനിൽ കണ്ടുപിടിക്കുന്ന ഒരു സാധനത്തിൻ്റെ അതിൻ്റെ ഒരു തരം ഇനത്തെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ടൈപ്പ്, ബ്രീഡ്, അതൊരു ഇനം. രണ്ടും ഏകദേശം സിനോണിംസ് ആണ്, സിമിലർ വേർഡ്സ് ആണ്. അപ്പോൾ അതല്ല. ഡോഗ്, പപ്പി, ഡോഗിൻ്റെ ഒരു കുഞ്ഞിനെയാണ് ഇപ്പോൾ നമ്മൾ പപ്പി എന്ന് വിളിക്കുന്നത്. മാർക്ക്, സ്പോട്ട്, രണ്ടും ഏകദേശം സിനോണിംസ് ആണ്. അടുത്തത് റൊമെയിൻ ലെറ്റ്യൂസ്. ഇത് മൂന്നും, ഈ റൊമെയിൻ എന്ന് പറയുന്നത് ലെറ്റ്യൂസിൻ്റെ ഒരു ബ്രീഡാണ്, ഒരു ഇനം ആണ് റൊമെയിൻ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് പോലും ഇത് മൂന്നും അറിയാമെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്നാണ്. ഡി കറക്റ്റ് ഉത്തരമാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സെയിം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൻ്റെ സിമിലർ റിലേഷൻഷിപ്പാണ് ഇവിടെയും കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. സിമിലർ റിലേഷൻഷിപ്പ്. സ്കീൻ യാൺ എന്ന് പറയും. യാൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ടൈപ്പ് നൂലാണ്. ഞങ്ങൾ ചണം എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ യാൺ എന്ന് പറയുന്നത്. ഇപ്പോൾ യാണിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇവിടെ സ്കീൻ എന്ന് പറയുന്നത്. യാണിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ്. ആ അറേഞ്ച്മെൻറ്റാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഫോട്ടോയിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. യാണിൻ്റെ സ്കീൻ അറേഞ്ച്മെൻറ്റാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. യാണിനെ തന്നെ നമുക്ക് റൗണ്ട് യാണെന്ന് പറയാൻ പറ്റും. അതാണ് ഞാൻ രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് യാണിൻ്റെ റൗണ്ട് യാണാണ് രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തത് റൗണ്ട് യാണും ആദ്യത്തേതാണ് സ്കീൻ യാണ്. അപ്പോൾ നമുക്ക് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മളിവിടെ സിമിലർ റിലേഷൻഷിപ്പുകളുണ്ടോ ഇല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്ക്യൂസ് ലെമൺ ഒക്കെ, അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയും ഇതല്ല എന്നുള്ള കാര്യം. ലെമൺ സ്ക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അറേഞ്ച്മെൻ്റ് അല്ല. കോൾ ഫയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെൻ്റ് അല്ല. പിന്നെ നമുക്കിവിടെ ഓപ്ഷനിൽ നമുക്ക് ഇത്തിരി ഡൗട്ട്ഫുള്ളായിട്ട് വരുന്നത് ഈ സിയും ഈ ഡിയുമാണ്. റീം പേപ്പർ. റീം എന്ന് പറഞ്ഞാൽ നിങ്ങളതൊരു ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. റീം ഓഫ് പേപ്പർ, അതായത് പേപ്പർ അടുക്കി വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് റീം ഓഫ് പേപ്പർ എന്ന് പറയും. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ചിലവർക്ക് സംശയം തോന്നാം, ലംബർ ഓഫ് ട്രീ കേട്ടിട്ടുണ്ട്? ലംബർ ഓഫ് ട്രീ, അതായത് ലംബറും നിങ്ങൾ ടിമ്പർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ലംബറും ടിമ്പറും ഏകദേശം ഒരേ മീനിങ്ങിലോട്ടാണ് വരുന്നതെങ്കിലും അത് പ്രാക്ടിക്കലി രണ്ടും രണ്ടർത്ഥമാണ് വരുന്നത്. ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടിമ്പറിനെ പറയാം. നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ടിമ്പറായിരിക്കും. നമ്മൾ ടിമ്പർ വുഡെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ തടി വാങ്ങാൻ പോകുന്ന ഒരുവിധപ്പെട്ട എല്ലാ കടകളുടെ ഇംഗ്ലീഷിൽ ടിമ്പേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തടി മുറിച്ച് ഒരു അറേഞ്ച്മെൻറ്റിൽ വയ്ക്കുന്നതിനാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. ടിമ്പർ എന്ന് പറഞ്ഞാൽ തടി മുറിച്ച് ഷേപ്പാക്കി അറേഞ്ച്മെൻറ്റിൽ വയ്ക്കുന്നതിനാണ് ടിമ്പർ എന്ന് പറയുന്നത്. എന്നാൽ ലംബർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാണ്ട് ഷേപ്പാക്കുക. നമ്മൾ നേരിട്ടൊരു മരം വെട്ടി കടപുഴകി വീഴുക, കാട്ടിനകത്ത് 2-3 മരങ്ങൾ കടപുഴകി വീണ് കിടക്കുക, അങ്ങനെ അറേഞ്ച്മെൻ്റ് ഇല്ലാണ്ട് കിടക്കുക, അതിനാണ് നമ്മൾ ലംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് അറേഞ്ച്മെൻറ്റിനെ പറയാൻ പറ്റില്ല. അപ്പോൾ റീം ലംബർ, അതാണ് ഉത്തരം.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ അറിയിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. 3 വാക്കുകൾക്ക് 3 ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആർ അലൈക്ക് ഇൻ എ സെർട്ടൻ വേ. 3 വാക്കുകൾക്ക് ഒരേ മീനിങ് ആണ് വരുന്നത്. 4ാമത്തെ നിന്ന് മറ്റൊരു മീനിങ് ആയിരിക്കും. ഓഡ് വണ്ണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആർക്കായാലും യുണീക്ക്, ഒരു വ്യത്യസ്ത സ്വഭാവമുള്ളവൻ, ഏകപ്പെട്ട സ്വഭാവമുള്ള അതാണ് യുണീക്ക് എന്ന റെയർ, വളരെ സാധുവായി കാണാത്ത ഒരു ഇതിനാണ് റെയർ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ, മനോഹരമാണ്. എക്സെപ്ഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എക്സെപ്ഷൻ എന്നൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബ്യൂട്ടിഫുള്ളാണ് ഇതിൽ യോജിക്കാത്തത്. ഓപ്ഷൻ സി ആണ് ഇതിൽ ഉത്തരം. അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണ്. ഇത് കളറിൻ്റെ കോഡാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഏറ്റവും ഓടൊന്നായിട്ട് പിങ്കാണുള്ളതെന്ന്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് നമ്പർ സീരീസാണ് വന്നിരിക്കുന്നത്. നമ്മൾ അരിത്തമെറ്റിക്കിൽ വരുമ്പോൾ നമ്പർ സീരീസ് എന്ന് പറയുന്നത് ഒരുപാട് സമയം ചെലവഴിക്കാണ്ട് എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തേണ്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക് ടു അഡ്വാൻസ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള രീതിക്ക് ഞാൻ ഇത് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളത് ആ പാറ്റേണിലേക്ക് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് വരും എക്സാമുകളിൽ നിങ്ങൾ ആ പാറ്റേൺ ഉപയോഗിച്ച് നോക്കുക. വരുന്ന പ്രാക്ടീസ് സെഷനുകളിൽ നിങ്ങൾ അതേ പാറ്റേൺ ഉപയോഗിച്ച് നോക്കുക. ഈസി ആയിട്ട് നിങ്ങളുടെ പ്രാക്ടീസിനനുസരിച്ചായിരിക്കും എപ്പോഴും നമുക്ക് നമ്പർ സീരീസ് കൂടുതൽ ആക്യുറേറ്റും കൂടുതൽ ഈസിയിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ടേം നോക്കുക. നമ്മളെപ്പോഴും ഒരു നമ്പർ സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഒന്ന് അനലൈസ് ചെയ്യുക. ആദ്യം സീരീസ് ഒന്ന് അനലൈസ് ചെയ്യുക. 6, 24, 60, 120, 210, 336, 504. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് എല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഇതിനി അഡീഷൻ പാറ്റേണിലാണോ ഇത് പോയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതോ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേണിലാണോ അതോ ഡിഫറൻസ് പാറ്റേണിലാണോ പോയിരിക്കുന്നത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതെന്തായാലും അഡീഷണലോ സബ്ട്രാക്ഷനലോ പാറ്റേണിലല്ല പോകുന്നത്. കാരണം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കിത് പറയാൻ പറ്റും ഇത് അഡീഷണൽ ടേമും അഡീഷണൽ പാറ്റേണോ ഡിഫറൻസ് പാറ്റേണോ അല്ലാന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിൻ്റെ 20th മൾട്ടിപ്പിൾ ആണോ ലാസ്റ്റ് ടേം വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 6ൻ്റെ 20th മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 120 ആണ്. 120 ആണോ ലാസ്റ്റ് ടേം? അല്ല, 504. അതായത് ഏകദേശം 120യുടെ തന്നെ 4th മൾട്ടിപ്പിളിന് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കിതറിയാം ഡയറക്റ്റ് എന്തായാലും ഇത് അഡീഷനിൽ പോകുന്ന പാറ്റേൺ അല്ല. ഡയറക്റ്റ് എന്തായാലും ഇത് ഡിഫറൻസിൽ പോകുന്ന പാറ്റേൺ ഇല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡബിൾ ഡിഫറൻസ് എന്ന് പറയാം. അതായത് ഡബിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പാറ്റേണിൻ്റെ ഡിഫറൻസ് എടുക്കുക, വീണ്ടും അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഡബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ മെത്തേഡാണ് എപ്പോഴും ഈസി. ഇത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടഫായിട്ട് മാറും. ഇത് ഫസ്റ്റ് നമുക്ക് ഡബിൾ ഡിഫറൻസ് മെത്തേഡ് എടുത്ത് വെക്കുക. ഫസ്റ്റ് ഡബിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ 18 വരും. പിന്നെ നിങ്ങൾക്ക് അടുത്ത 36, 60, 90, 6, 126. അടുത്തത് 8, 6, 168. ഇത് ഫസ്റ്റ് ഡിഫറൻസ് എടുത്തതാണ് നമ്മൾ. ഇനി നമുക്ക് അടുത്ത ഡിഫറൻസ് എടുക്കുന്നതാണ് നമ്മൾ ഡബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ഡിഫറൻസ് എടുക്കുമ്പോൾ 18ഉം 36ഉം 80, 24, 30, 36, 42. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഇത് എന്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പോയിരിക്കുന്നത്. 18, 6 × 3, 6 × 4, 24, 6 × 5, 30, 6 × 6, 36, 6 × 7, 42, 6 × 8, 48.
48 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 1 2. അപ്പം ഇവിടുത്തെ ഡബിൾ ഡിഫറൻസ് വരുമ്പോൾ ഇവിടെ 2 1 6 ആണ് വരുന്നത്. അപ്പോൾ ടോപ്പിൽ ഉത്തരം വരുമ്പോൾ 504ൻ്റെ കൂടെ 216 ആഡ് ചെയ്ത് എഴുതുമ്പോൾ 720. നമ്മൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നത്. ഇത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിന് താഴെ തന്നെ നിങ്ങൾക്കിത് സോൾവ് ചെയ്ത് ഉത്തരം എഴുതാവുന്നതാണ്. ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ആവേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. പാറ്റേൺ നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലായി, ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണെന്ന് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസിലാവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലാണ്ട് അറിയിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ സീരീസ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ റെയറാണ്. എന്നാൽ റെയറായിട്ട് വന്നാൽ തന്നെ ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേൺ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 2 6 ആണ് ആദ്യം വരുന്നത്, 2 7 ആദ്യം വരുന്നുണ്ട്. അപ്പോൾ 6 കഴിഞ്ഞൊരു 6, ആ 6 നമുക്കുള്ളതല്ല, അതെപ്പോഴും മനസ്സിലാക്കുക. ആ 6 നമുക്കുള്ളതായേനെ, പക്ഷേ 7 കഴിഞ്ഞ് വീണ്ടും ഒരു 7 വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള 7ഉം 6ഉം അല്ല അടുത്തടുത്ത് കിടക്കുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ വളരെ റെയറാണ്. അങ്ങനെ വരാറേ ഇല്ല. ഇവിടെ നമ്മൾ അഡീഷൻ ആയിരിക്കും എന്തായാലും പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടേം നോക്കുക 6, അതിൻ്റെ 20th ടേമാണ് ലാസ്റ്റ് ടേം. 20th ടേം എന്ന് പറയുമ്പോൾ 120, ഇവിടെ 106. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ പരിപാടിയല്ല, ഇവിടെ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരാൻ എന്തായാലും ചാൻസ് ഇല്ല. കാരണം നമ്പേഴ്സ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും അഡീഷൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അത് വളരെ ഈസിയാണ്. 6 ആകുമ്പോൾ +0, പിന്നെ +1 +0 +4 അപ്പോൾ ഇത് വേറൊരു രീതിക്കാണ് പാറ്റേൺ പോകുന്നത്. അപ്പം നമുക്ക് ഒന്ന് മാറ്റി ചിന്തിക്കുക. അതായത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ വീണ്ടും 0, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 5. വളരെ ഒരു വൃത്തികെട്ട ഒരു പാറ്റേൺ. ഇത് നമുക്ക് ഡബിൾ ഡിഫറൻസ് എടുത്താലും ഒന്നും നമുക്കിതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മാറ്റി ചിന്തിക്കുക. ഈ 6ന് നമുക്ക് ഈ 7നെ കൊടുക്കാം, ഈ 7 നമുക്ക് ഈ 11നെ കൊടുക്കാം, 11 നമുക്ക് 20ക്ക് കൊടുക്കാം, 20 നമുക്ക് 36ന് കൊടുക്കാം, 36 ആറാണ് അവന് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഈ 6ന് നമുക്ക് ഈ 7ന് കൊടുക്കാം, ഈ 7 നമുക്ക് 15 കൊടുക്കാം, 15 നമുക്ക് 42ന് കൊടുക്കാം, 42 നമുക്ക് 106 കൊടുക്കാം, 106 ഈ വരുന്ന അടുത്ത നമ്പർ ആവട്ടെ. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കാം. 1, 7ഉം 11 ആകുമ്പോൾ 4, 11ഉം 20 ആകുമ്പോൾ 9, 20 36 ആകുമ്പോൾ 16, 36 ഇനി എത്ര വരണം, അതാ ചോദ്യം. വളരെ ഈസിയാണ്. 1, 4, 9, 16 എന്തിൻ്റെ പാറ്റേൺ ആണ് പോകുന്നത് വെച്ചാൽ സ്ക്വയേഴ്സിൻ്റെ പാറ്റേൺ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. 36ഉം 25 എന്ന് പറയുമ്പോൾ 61 ആണ് നമുക്കിവിടുത്തെ ഉത്തരം. വീണ്ടും നിങ്ങൾ താഴത്തെ പാറ്റേൺ ചെക്ക് ചെയ്ത് സമയം കളയരുത്. കാരണം നമുക്കിവിടെ ഒറ്റ മിസ്സിങ്ങേ ചോദിച്ചിട്ടുള്ളൂ, അടുത്ത മിസ്സിങ് ചോദിച്ചിട്ടില്ല. അപ്പോൾ താഴത്തെ പാറ്റേൺ ചെക്ക് ചെയ്ത് സമയം കളയരുത്, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അനാവശ്യമായിട്ടുള്ളതിൻ്റെ ഉത്തരം നമുക്കിവിടെ വേണ്ട, ആവശ്യമായിട്ടുള്ള ഉത്തരമാണ് ഇവിടെയും തന്ന് ഇവിടത്തെയാണ് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ അടുത്ത താഴത്തെ പാറ്റേൺ ചെക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഫസ്റ്റ് പാറ്റേൺ മാത്രമേ ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട്
അതിൻ്റെ മാത്രം മതിയാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് വളരെ ഈസിയാണ്. ഇത് റീസണിങ്ങിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന എല്ലാ എക്സാമിനും, PSC ആവട്ടെ SSC ആകട്ടെ, എന്തോന്ന് വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇതാ കാണുമ്പോൾ തന്നെ അറിയാം. CUS DVT EWV. അടുത്ത പാറ്റേൺ എന്താണ്? CDE. ഇനി അടുത്ത് എന്തായാലും ഇവിടെ എന്തായിരിക്കാം വരാൻ പോകുന്നത്? FUVW. അടുത്ത് എന്താണ് വരാൻ പോകുന്നത്? X. STUV. FXV ആണ് നമ്മുടെ ഉത്തരം. വളരെ ഈസിയാണ്. ഇത് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ ഈസിയാണ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാമെന്നുള്ള ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുക. ഈ വരും ദിവസങ്ങളിൽ ഇനി പ്രാക്ടീസ് സെക്ഷന് ധാരാളം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടോപ്പിക്ക് ബേസ് ഇനി തയ്യാറാക്കി തരുന്നതാണ്. റീസണിങ്ങിനും കോഡ് ലെറ്ററിനും QAയ്ക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തരും. അത് ചെയ്ത് പ്രാക്ടീസ് ആവുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്കായി പോകാൻ കഴിയും. അടുത്തത് നോക്കുക. നാച്ചുറലിനെയാണ് നമ്മൾ MZGFIZO എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെയറിനെ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ആദ്യം എഴുതേണ്ടത് ABCD എഴുതുക. M വരെയാണ് 13 ലെറ്റർ. അടുത്ത 13 ലെറ്റർ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എമ്മിന് താഴെ നിന്ന് തിരിച്ചെഴുതുക. എപ്പോഴും നമ്മൾ ഈ പാറ്റേൺ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഇനി നോക്കുക. എന്നിൻ്റെ സ്ഥാനത്ത് M വന്നു. എന്നിൻ്റെ സ്ഥാനത്ത് M വന്നു. എയുടെ സ്ഥാനത്ത് Z വന്നു. എയുടെ സ്ഥാനത്ത് Z വന്നു. Tയുടെ സ്ഥാനത്ത് G വന്നു. Tയുടെ സ്ഥാനത്ത് G വന്നു. Uയുടെ സ്ഥാനത്ത് F വന്നു. Uവിൻ്റെ സ്ഥാനത്ത് F വന്നു. Rൻ്റെ സ്ഥാനത്തോ I വന്നു. ഇവിടെ എല്ലാം ലെറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ലെറ്ററാണ് നമുക്കിവിടെ കോഡ് ലെറ്ററായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് കെയറിൻ്റെ എഴുതാൻ പറ്റും നമുക്ക്. സിയുടെ താഴെ ആര് വരണം? X വരണം. എയുടെ താഴെ ആര് വരണം? Z വരണം. ആറിൻ്റെ താഴെയോ? ആറിൻ്റെ മേലെ ആര് വരണം? I വരണം. ഇയുടെ താഴെ V വരണം. ഈസി ആയിട്ട് നമുക്കിവിടെ കോഡ് ലെറ്റർ എഴുതാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കാർപ്പൻ്റർ. ഇതിൽ നമുക്ക് പുതിയ കോഡ് ലെറ്റർ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നിന്ന് തന്നെയാണ് ഇവർ ഈ പുതിയ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ക്വസ്റ്റ്യനകത്തുള്ള വേർഡ്സ് ആണോ തന്നിരിക്കുന്ന കോഡ്? ക്വസ്റ്റ്യനിലെ ഒരു C ഉണ്ട്, അകത്ത് ഒരു C. അവിടെ 2 E ഉണ്ട്. ഇവിടെ കാർപ്പൻ്ററിൻ്റെ 2 E, APRRT എല്ലാം ക്വസ്റ്റ്യനിലെ വേർഡ്സാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് തന്നിരിക്കുന്ന കാർപ്പൻ്റർ എന്നുള്ള വേർഡിൻ്റെ ലെറ്റേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് അതോ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണോ നോക്കുക. നോക്കുമ്പോൾ അതെ, കറക്റ്റാണ്. തന്നിരിക്കുന്ന കാർപ്പൻ്ററിൻ്റെ ലെറ്റേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അവർ അറേഞ്ച് ചെയ്താണ് ACENPRRT ഫോമിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് സ്മിത്ത് എന്നുള്ള വാക്കിൻ്റെ ലെറ്റേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ ABCHIKLMST വരും. അത്രേ ഉള്ളൂ. അടുത്തത് വളരെ സിമ്പിളാണ്. ഈ നമ്പറിന് എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് അവർ അറേഞ്ച് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. 9, 8, 7, 6, 5,
3 2 9 8 7 6 5 4 3 2. അങ്ങനെയാണെങ്കിൽ തേർഡ് ഫ്രം റൈറ്റ് ആൻഡ് സെക്കൻഡ് ഫ്രം ലെഫ്റ്റ്. ഇതാണ് സെക്കൻഡ് ഫ്രം ലെഫ്റ്റ്, തേർഡ് ഫ്രം റൈറ്റ്. 8നും 4നും ഇടയിലുള്ള ഡിഫറൻസ് എത്ര? 4. അടുത്തത് റാങ്കിങ് ക്വസ്റ്റ്യൻ ആണ്. റാങ്കിങ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിന്തിക്കാണ്ട് ഡയറക്റ്റ് ഫോർമുലയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പറയണമെങ്കിൽ അതിനൊരു സെഷൻ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് ലേറ്ററായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഫോർമുല ഇല്ലാണ്ട് ലോജിക്ക് വൈസ് 1 മിനിറ്റിനകത്ത് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ക്ലാസ്സിൽ പ്രകാശ് ടോപ്പിൽ നിന്ന് 5ാമതാണ്. പ്രകാശ് റാങ്ക് ഈസ് 5 ഫ്രം ടോപ്പ്. അപ്പോൾ പ്രകാശ് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഒരു വരിക്ക് നിൽക്കുമ്പോൾ 5ാമതാണ് നിങ്ങൾ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതാണ് പ്രകാശ്. 33 ഫ്രം ബോട്ടം, താഴേന്ന് 33ാമതാണ്. അപ്പം അവന് താഴെ എത്ര പേരുണ്ട്? 32 പേരുണ്ട് അവന് താഴെ. ഓക്കെ, അവൻ 33ാമത്തെ ആളാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരെന്നാ? അവന് താഴെ 32 പേര് ആൾറെഡി ഉണ്ട്. താഴേന്ന് അവൻ 33ാമത്തെ ആളാണ്. ഇവൻ 33ാമത്തെ ആളാണ് താഴേന്ന്. ഓക്കെ, അപ്പോൾ അവന് താഴെ 32 പേരുണ്ട്. അപ്പോൾ ഇവൻ 33 ആയി കഴിഞ്ഞാൽ 34, 35, 36, 37. ടോട്ടൽ 37 പേര് അവിടെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് 1 മിനിറ്റിന് താഴെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൺ ഓഫ് ദ ചോയ്സ് വേർഡ്സ് കനോട്ട് ബി ഫൗണ്ട് ബൈ ലൂസിങ് ദ ലെറ്റർ വിത്തൗട്ട് ദ റെപ്പറ്റീഷൻ ഫ്രം ദ വേർഡ് മെർച്ചൻഡൈസ്. റെപ്പറ്റീഷൻ ഇല്ലാണ്ട് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന വേർഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് ഏതാണെന്ന് നോക്കാം. മെഷ്, MEE ഉണ്ട്, S ഉണ്ട്, H ഉണ്ട്. റെപ്പറ്റീഷൻ വേണ്ട, ഇതിലുണ്ടാക്കാൻ പറ്റും. ഡൈസ്, DICE ഉണ്ടാക്കാൻ പറ്റും. ചാൻസിൽ 2 C വരുന്നുണ്ട്, ഇവിടെ ആകെ 1 C ഉള്ളൂ. അപ്പോൾ റെപ്പറ്റീഷൻ വരും. അപ്പോൾ നമുക്ക് ഇതാണ് ഉണ്ടാക്കാൻ പറ്റാത്തത്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നൺ ഓഫ് ദി എബോവ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ചെക്ക് ചെയ്യേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത വളരെ ഈസി ഒരു ക്വസ്റ്റ്യനാണ്. മിറർ ഇമേജ് കണ്ടുപിടിക്കുക. ഒരുപാട് എക്സാമിൽ ഇത് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. പലരും തെറ്റിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ 8:25 നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ട് പറയാം. ക്ലോക്ക് വരയ്ക്കുന്നു, അതിൽ 8 മണി വരയ്ക്കുന്നു, 25 വരയ്ക്കുന്നു. നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, തിരിച്ച് മിറർ ഇമേജ് വരയ്ക്കുന്നു. അങ്ങനെ ഇങ്ങനെ യാതൊന്നും ആവശ്യമില്ല. ഈസി ഒരു മെത്തേഡ്. മിറർ ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ 11:60 നിന്നും നിങ്ങൾക്ക് എത്ര മണിയാണോ റിയൽ ടൈം തന്നിരിക്കുന്നത്, ഇപ്പോൾ മിറർ ഇമേജാണ് ചോദിച്ചിരിക്കുന്നത്. മിറർ ഇമേജ് തന്നിട്ടുണ്ട്. റിയൽ ടൈം കണ്ടുപിടിക്കണം. ഈ 11:60 നിങ്ങൾ എന്ത് ചെയ്യുക? 8:25 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 5, 3, 3:35. ഇതാണ് നിങ്ങളുടെ റിയൽ ടൈം എന്ന് പറയുന്നത്. വളരെ ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ മിറർ ഇമേജ് തന്നിട്ട് റിയൽ ടൈം ചോദിച്ചിരിക്കുന്നു. ഇത് നേരെ റിയൽ ടൈം തന്നിട്ട് മിറർ ഇമേജ് ചോദിച്ചാലും ഇതേ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ 11:60 എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം കുറയ്ക്കാവൂ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് കേരളയിൽ എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എന്ന് പറയുന്ന ഒരു അനലൈസ് മാത്രമാണ്. ഒരു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയുടെ ഒരു അനലൈസ് മാത്രമാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഓപ്ഷനാണ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഒരു ഈസി വേ എന്ന് പറഞ്ഞു തരാം. ഇത് ഡിക്ഷണറി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ SH ആണ് നമുക്ക് ആദ്യം വരേണ്ടത്. S എല്ലാവർക്കും ഇതാണ്. അപ്പം നമുക്ക് അടുത്ത നോക്കുക. രണ്ടാമത്തെ ലെറ്റർ നോക്കുക. H. അപ്പോൾ 1, 3, 5 വരേണ്ടത്. എന്തായാലും 2, 4 ലാസ്റ്റേ വരുള്ളൂ. ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്യുക. 2, 4 ലാസ്റ്റേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം 2, 4 ലാസ്റ്റ് അല്ല, ഇവിടെ 3, 4 ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നമുക്ക് നോക്കുക
SHR 1 3 SHR ആണ്, 5 SHR ആണ്. നാലാമത്തെ നോക്കുമ്പോൾ IE. ഓക്കെ, അപ്പോൾ IE ആണ് നമുക്ക് ഇവിടുത്തെ ഉത്തരം. നാലാമത്തെ വേർഡെന്ന് പറയുന്നത്. അപ്പോൾ ആണ് ഫസ്റ്റ് വരുന്നത് ആൽഫബറ്റിൽ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആദ്യം 5 വരും. അപ്പം ഇതും ക്യാൻസലായി. ഇനി നമുക്കുള്ളത് എയും ഡിയും ആണ്. SHRE, അത് കഴിഞ്ഞ് 3 SHRI, 1 SHRI. അടുത്ത 1 ഇതിലും എസ് ഇതിലും എസ് ആണ്. അതുവരെ 1 3 സെയിമാണ്. അടുത്തതിൽ ഇത് എച്ചും ഇത് ആറും. ആണ് ആദ്യം വരുന്നത്. അപ്പോൾ 5 1 തുടങ്ങുന്ന ഏതുണ്ടെന്ന് നോക്കുക. 5 1 തുടങ്ങുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇത് ക്യാൻസൽ ചെയ്യുക. പിന്നെ നിങ്ങൾ ബാക്കി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷൻ അവിടെ ലോക്കായി കഴിഞ്ഞു. ഓപ്ഷൻ ഡി വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സീക്വൻസ് കാണുമ്പം നോക്കുമ്പോൾ അങ്ങോട്ടൊന്ന് റൈറ്റ് ഡൗണ്, വീണ്ടും ഡൗണ്, ലെഫ്റ്റ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരും. 60 ഡിഗ്രി ചരിവിൽ ഇത് ടേൺ ചെയ്യുന്ന ഒരു ആരോ ആണ് ഇത് തന്നിരിക്കുന്നത്. ഇതും 60 ഡിഗ്രിയിലാണ്. ഇതും 60 ഡിഗ്രിയാണ്. അടുത്ത 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതല്ല വരുന്നത്. എല്ലാവരും ഇതാ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം അതൊരിക്കലും വരില്ല. 60 ഡിഗ്രി എപ്പോഴും ചരിവിലായിരിക്കും. ഇതാണ് നമുക്ക് വരുന്നത്. നിങ്ങളതൊരു ക്ലോക്ക് വേസ് അറേഞ്ച്മെൻറ്റിലാണ് പോകുന്നത്. നിങ്ങൾ ക്ലോക്കിൻ്റെ സമയം പോകുന്നത് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താലും മതി. 12 2 4 6 8 10 മണി സമയമായിരിക്കും ഇവിടെ വരുന്നത്. 2-3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത പാർട്ടിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം വഴി അറിയിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയറായിട്ട് വീണ്ടും പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.